പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അമീനാണ്. അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇങ്ങനെ ഇരിക്കുമ്പോൾ. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നുള്ളത്. ഞാനിപ്പോൾ നിൽക്കണ എവിടെയാണെന്നറിയോ? എനിക്ക് ഈ ബാക്കിലുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഏകദേശം സ്ഥലം എവിടെയാണെന്നുള്ളത്. തീർച്ചയായിട്ടും ഒരു അറേബ്യൻ രാഷ്ട്രമാണ്. നമ്മുടെ മൂസാ നബിൻ്റെയും ഫിറോവിൻ്റെയും നൈൽ ഒരുപാട് ചെങ്കിസ് ഖാൻ്റെയൊക്കെ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് പുണ്യ സ്ഥലങ്ങളുള്ള ഒരു പ്രദേശമാണ്. തീർച്ചയായിട്ടും ഈജിപ്താണ്. ഈജിപ്തിലെ കൈറോ ടൗണിലുള്ള ഒരു പാർക്കിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത്. അൽഹംദുലില്ലാ, ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ള സംശയം ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ എന്തിനാ ഇവിടെ എത്തി, എന്തിനാ പോയത്, ടൂറാണോ, പഠിക്കാനാണോ, അതല്ല വേറെ എന്തെങ്കിലും ജോലിയാണോ എന്നുള്ള ഒരുപാട് സംശയങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും ഞാനിവിടെ വന്നിട്ടുള്ളത് അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു അറബി കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് പലരും എന്നെ ചോദിച്ചിരുന്നു ഈ യാത്രേൻ്റെ ഇടയിൽ. അത് എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്, പിന്നെ എന്താ പറയുക, അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, എന്താണ് അതിൽ പഠിപ്പിക്കുന്നത്, പിന്നെ എന്തിനാണ് ഇവിടെ വന്ന് പഠിക്കുന്നത്, അതുപോലെ തന്നെ ഫീസും സ്കോളർഷിപ്പ് ഡീറ്റെയിൽസ് എങ്ങനെയാണ്, പിന്നെ ഇത് പഠിച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്കതിനെ കൊണ്ടുള്ള മെച്ചം, ജോലി സാധ്യതകൾ, അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും ഞാൻ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിന് കൂടുതൽ കാര്യങ്ങൾ, കുറച്ചും കൂടി കാര്യങ്ങൾ എനിക്ക് റിയൽ ടൈമിൽ ഇവിടെ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്, പഠിക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ ചോദിച്ചിട്ട് എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒരുപാട് പേർക്ക് അത് സഹായകം ആവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല. താല്പര്യമുണ്ടോ അല്ലെങ്കിൽ ആഗ്രഹമുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ഞാൻ പ്രതീക്ഷിച്ചതല്ല ഈ ഒരു സമയത്ത് ഇവിടെ നിൽക്കുന്നുള്ളത്. ഈ ഒരു കെയറോ അങ്ങാടിയിൽ, നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ കെയറോ അങ്ങാടിയിൽ ഈ ഒരു പുല്ലിൻ്റെ അടുത്ത് ഞാനിങ്ങനെ നിൽക്കുന്നുള്ള വിചാരിച്ചതല്ല. അങ്ങനെ പക്ഷേ അത് നടക്കാൻ എൻ്റെ ആഗ്രഹത്തിനൊപ്പം തന്നെ, എൻ്റെ ഒരു എഫേർട്ടിനൊപ്പം തന്നെ കൂടെ കിട്ടിയിട്ടുള്ള ഒരുപാട് പ്രാർത്ഥനകളുണ്ട്, ഒരുപാട് സപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ഒരിക്കലും അത് എനിക്ക് വിസ്മരിക്കാൻ പറ്റില്ല. എനിക്ക് ഒരിക്കലും അതിനെ ഒഴിവാക്കിയിട്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പറയുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ പടച്ചവൻ്റെ ഒരു ബർക്കത്തും റഹ്മത്തും കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് എന്തെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്ത് ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ എൻ്റെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും ഇത്ര പ്രായത്തിലും അവരെന്നെ പറഞ്ഞേക്കാൻ കാണിച്ച ഒരു ധൈര്യം, ആ ഒരു സ്നേഹം, ആ മനസ്സും ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ എൻ്റെ കുടുംബക്കാർ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ഉസ്താദുമാർ പലരും എന്നെ ഒരുപാട് തരത്തിൽ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും അല്ലെങ്കിൽ കൃത്യസമയത്ത് ഒരുപാട് ഉപദേശങ്ങളും പലതരത്തിൽ എനിക്ക് വേണ്ടി ഓടി നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ എന്നെ അറിയാത്തവർ തന്നെ എനിക്ക് വേണ്ടിയിട്ട് പല സമയങ്ങളിലും സഹായിച്ചിട്ടുണ്ട്, ഞാൻ അറിയാതെ. അപ്പോൾ പിന്നീടാണ് അങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലായിട്ടുള്ളത്. അൽഹംദുലില്ലാ, ഇവരൊക്കെ ഒരു സഹായങ്ങൾ പലതരത്തിൽ കൃത്യസമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് എനിക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ പടച്ചവനെ അവർക്ക് എല്ലാവർക്കും അതിൻ്റെ റഹ്മത്തും ബർക്കത്തും കൊടുക്കട്ടെ, ഇഹലോകത്തും പരലോകത്തും. ആമീൻ. അപ്പോൾ അടുത്തായിട്ട് പറയാനുള്ളത്, ഞാൻ ഒരുപാട് കാലം മുന്നേ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമായിരുന്നു ഇങ്ങനെ വ്ളോഗിങ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ മടി, അതല്ലെങ്കിൽ എങ്ങനെയെന്നുള്ളൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ നീട്ടി വെച്ചത്. ഇപ്പോഴും ചെയ്യാമെന്നുള്ള ഒരു താല്പര്യം ഉണ്ടെന്നുള്ളതിനപ്പുറത്തേക്ക് എൻ്റെ പ്ലാനിങ് ഒന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ടാണ് ഇത് ഇടുന്നത്. അപ്പോൾ ഇനി മുതൽ ഇവിടെ ഇവിടുത്തെ ഈജിപ്തിൽ എന്നെ ഫസ്റ്റ് ടൈം തന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ആവട്ടെ, ഇവിടുത്തെ കൾച്ചർ ആവട്ടെ, ഇവിടുത്തെ എന്താ പറയുക ലൈഫ് സ്റ്റൈല്, അങ്ങനത്തെ ഫുഡ് കൾച്ചർ, നമ്മളെ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഞാൻ റിയൽ ടൈമിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എൻ്റെ കുടുംബക്കാർക്ക്, എൻ്റെ സുഹൃത്തുക്കൾക്ക്, എൻ്റെ നാട്ടുകാർക്കും അത് എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു ഒരു ബ്ലോഗ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. കൃത്യമായുള്ള പ്ലാനിങ് ഒന്നുമില്ല, കാണുന്നത് എന്തൊക്കെയാണോ അതല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് വ്ളോഗ് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയാനോ എന്തെങ്കിലും കാര്യത്തിനെ പറ്റി ചെയ്യാനോ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ എനിക്കതും ചെയ്യാം ഇൻഷാ അല്ലാഹ്, കഴിയുന്ന പോലെ. അപ്പോൾ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ പഠിക്കാൻ വന്നിട്ടുള്ളൊരു ജസ്റ്റ് ഒരു വിദ്യാർത്ഥി മാത്രമാണ്. അപ്പോൾ
ജസ്റ്റ് ട്രാവലറോ അല്ലെങ്കിൽ ഫേമസ് സംഭവമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പേര് പറയുന്നുണ്ടാവും ലൈഫ് വല്ല സെറ്റായി അടിപൊളിയായി ഫുൾ ട്രാവലിംഗ് മൂഡാണെന്നുള്ളൊരു കാര്യത്തിൽ. തീർച്ചയായിട്ടും അതിലെനിക്ക് പറയാനുള്ളത്, ഞാനിവിടെ പുറത്ത് പോയി ഒരു പുറം രാജ്യത്തുള്ള കാഴ്ചകൾ റിയൽ ടൈമിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നു. നിങ്ങൾക്കത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഓൺലൈനാക്കി കാണിച്ചിരുന്നുള്ള അപ്പുറത്തേക്കുള്ള വലിയ വ്യത്യാസങ്ങളും ഇല്ല ശരിക്ക് എനിക്ക്. അപ്പോൾ അത് മനസ്സിലാക്കുക, അത് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് കൂടുതൽ കാര്യങ്ങളായിട്ട് ഓരോരോ എപ്പിസോഡുകളായിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും കഴിയുന്ന പോലെ സപ്പോർട്ട് ചെയ്യുക ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബാറകല്ലാഹു ഫീക്കും.